ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതും ചപ്പാത്തി പോലുള്ള അത്യാവശ്യം കുറച്ച് ഡ്രൈ ഫ്രൈകളോടെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാന്തരം ഒരു വഴുതനങ്ങ കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന വഴുതനങ്ങ കറി അപേക്ഷിച്ച് ഇതിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കളറുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള നീളം നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. സബോള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സബോള അത്യാവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നിങ്ങൾ തന്നെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ലോങ് ആയിട്ട് കട്ട് ചെയ്ത 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ 1 പീസ് ചിക്കൻ സ്റ്റോക്ക്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ സ്റ്റോക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അതിന് പകരം ഗരം മസാല ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ചേർത്തെടുത്ത പൊടികളുടെ പച്ചമണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്ന് ഈ മസാലയുടെ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത തക്കാളിയൊക്കെ ഈ മസാലയിലേക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെങ്കിലും കട്ട് ചെയ്യാം. ഞാനിങ്ങനെ ലോങ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാനിവിടെ ഏകദേശം 250 ഗ്രാം അളവിൽ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഈ വഴുതനങ്ങ നമുക്ക് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ പാകത്തിനതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 85% മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വേവിച്ചു തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഏകദേശം ഒരു 85% ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ ഇത് പിരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. തിളച്ച് തുടങ്ങുന്ന തൊട്ട് മുന്നായിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇറക്കണം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം. ഇതിനായിട്ട് ചെറിയൊരു പാനിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിച്ചൊഴിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് പാർത്താം. വളരെ രുചികരമായി ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം.
വീടിന് പുറത്ത് ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്തായാലും ഇതേപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഒരു നോൺ വെജ് കറിയുടെ തന്നെ അതേ ഫീൽ തന്നെ കിട്ടും. കാരണം നമ്മളിതിൽ ചിക്കൻ സ്റ്റോക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു നോൺ വെജ് കറി പോലെ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.